ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പന്തളം അപ്പോസ്തോലിക് മിനിസ്ട്രിയുടെ വചനധ്യാനത്തിലേക്ക് ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഇന്നത്തെ നമ്മുടെ അല്പസമയത്തെ ചിന്തയ്ക്കായിട്ട് ധ്യാനത്തിനായിട്ട് എഴുതിയിരിക്കുന്ന വേദഭാഗം 2 കൊരിന്ത്യർ 5-ാം അധ്യായം 18 അവസാന ഭാഗമാണ്. അവൻ നമ്മെ ക്രിസ്തു മൂലം തന്നോട് നിരപ്പിച്ചു, നിരപ്പിൻ്റെ ശുശ്രൂഷ ഞങ്ങൾക്ക് തന്നിരിക്കുന്നു. വിശുദ്ധ പൗലോസ് അപ്പോസ്തലനാണ് ഇത് എഴുതിയതെന്ന് നമുക്കറിയാം. പൗലോസ് അപ്പോസ്തലൻ്റെ കൂടെ മറ്റ് അപ്പോസ്തലന്മാരായി പുതിയ നിയമസഭയുടെ അപ്പോസ്തലന്മാരും കൂടെ ഉണ്ടായിരുന്നു. ബർന്നബാസ് കൂടെ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ്. പിന്നീട് ശീലാസ്, അങ്ങനെ പിന്നീട് തിമോഥെയോസ്, ഇങ്ങനെയൊക്കെയുള്ളവരൊക്കെ കൂടെ ഉണ്ടായിരുന്നു. അവരൊക്കെയും കൂടെ ഈ ശുശ്രൂഷ ഏറ്റെടുക്കാൻ കാരണം തന്നെ പൗലോസ് അപ്പോസ്തലനാണ്. പൗലോസ് അപ്പോസ്തലനെയാണ് കർത്താവ് ഈ സുവിശേഷം, അതായത് കൃപയുടെ സുവിശേഷം അറിയിക്കാനായിട്ട് ഏൽപ്പിച്ചത്. അപ്പം പൗലോസ് അപ്പോസ്തലനോട് കൂടെ ഉണ്ടായിരുന്നവരാണ് നമ്മൾ അപ്പോസ്തല പ്രവൃത്തി 13-ാം അധ്യായത്തിൽ കാണുന്നുണ്ട്. പൗലോസ് അപ്പോസ്തലനെ തിരഞ്ഞെടുത്ത് കൃപയുടെ സുവിശേഷത്തിനായി വേർതിരിക്കുന്നത്. എന്നാൽ പൗലോസ് അപ്പോസ്തലനെ നേരത്തെ തന്നെ ദൈവം കണ്ടിരുന്നതാണ് എന്നും നമുക്ക് മനസ്സിലാക്കാം. പല വേദഭാഗങ്ങളുണ്ട് അതിനെക്കുറിച്ച്. അപ്പോൾ പരീശനായി ജീവിച്ച് കർത്താവിൻ്റെ സഭയെ ഉപദ്രവിച്ചു കൊണ്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു പൗലോസ് അപ്പോസ്തലൻ. എന്നാൽ താൻ പരീശനായിരുന്നു. വളരെ തീഷ്ണതയുള്ള, അതായത് ദൈവിക കാര്യങ്ങളിൽ യഹൂദനായിട്ട് വലിയ തീഷ്ണതയുള്ള ഒരു വ്യക്തിയായിരുന്നു പൗലോസ് അപ്പോസ്തലൻ. ഈ പൗലോസ് അപ്പോസ്തലനെയാണ് കർത്താവ് തിരഞ്ഞെടുത്ത് ജാതികളുടെ അപ്പോസ്തലനാക്കി തീർക്കുന്നത്. അപ്പോൾ ഈ പൗലോസ് അപ്പോസ്തലൻ എന്താണ് നമ്മോട് പറയുന്നത്? ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാണ്. ക്രിസ്തുവിൽ എങ്ങനെയാണ് ആകുന്നത്? ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ നമുക്ക് ആത്മാവിനെ ലഭിക്കുന്നു. ആത്മാവെന്ന് വെച്ചാൽ പരിശുദ്ധാത്മാവിനാൽ നാം മുദ്രയിടപ്പെടുന്നു. പരിശുദ്ധാത്മാവിനാൽ മുദ്രയിടപ്പെടുന്ന വ്യക്തി ഒരു പുതു മനുഷ്യനായി തീരുകയാണ്. അപ്പോൾ ആ പഴയ മനുഷ്യനല്ല, അല്ലെങ്കിൽ ആ പഴയ മനുഷ്യൻ്റെ സ്വഭാവമല്ല ഇപ്പോൾ ഉള്ളത്. ക്രിസ്തുവിലുള്ള ഒരു പുതിയ മനുഷ്യനായിട്ട് തീർന്നിരിക്കുകയാണ്. ക്രിസ്തുവിന് വേണ്ടി സ്വയം സമർപ്പിക്കപ്പെട്ടു. അത് സ്വയമെന്ന് വെച്ചാൽ പരിശുദ്ധാത്മാവിൻ്റെ നടത്തിപ്പിനാലാണ്, ദൈവ നടത്തിപ്പാണത്. എന്നാൽ അവർ പ്രസംഗം കേട്ടു, വിശ്വാസവചനങ്ങൾ കേട്ട് ക്രിസ്തുവിൽ അവർ വിശ്വസിച്ചപ്പോഴാണ് അവരൊരു പുതു മനുഷ്യനായിട്ട്, ഓരോ വ്യക്തിയും ഓരോ പുതു മനുഷ്യനായിട്ട് തീർന്നിരിക്കുന്നു. അങ്ങനെയുള്ള എല്ലാ വ്യക്തികളും ഒന്നിച്ച് ദൈവത്തിൻ്റെ സഭയായിത്തീരുന്നു. അതായത് ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തിൽ വിശ്വസിച്ച് അവൻ്റെ പുനരുത്ഥാനത്തിലും അവൻ്റെ രണ്ടാമത്തെ ഇനിയുള്ള വരവിലും വിശ്വസിച്ച് പ്രതീക്ഷിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തി. അങ്ങനെയുള്ള അനേക വ്യക്തികൾ ചേരുന്നതാണ് ക്രിസ്തുവിൻ്റെ സഭ, അതായത് ശരീരമാകുന്ന സഭയെന്ന് പറയുന്നത്. സഭയുടെ തല ആരാണ്? ക്രിസ്തു തന്നെയാണ് തല. അപ്പോൾ നാം ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഓരോ വ്യക്തിയും പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുന്നു. ദൈവത്തിന് വേണ്ടി നമ്മുടെ ജീവിതം മാറ്റിവെക്കുകയാണ്. എന്നാൽ നമ്മുടെ ഈ ലോകത്തിലെ ജീവിതത്തിൽ നമുക്ക് ചില കാര്യങ്ങൾ, തെറ്റുകളൊക്കെ വന്നു പോകുന്നെങ്കിലും ഒരിക്കൽ മുദ്രയിട്ട് കർത്താവിന് വേണ്ടി വേർതിരിക്കപ്പെട്ട നാം ഓരോരുത്തരും കർത്താവിൻ്റേത് തന്നെയാണ്. കാരണം യഥാർത്ഥത്തിൽ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞുവെങ്കിൽ നാം എന്നും കർത്താവിനുള്ളവരാണ്. ദൈവാത്മാവ് നമ്മോടുകൂടെയുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, ഈ ശുശ്രൂഷ എന്ന് വെച്ചാൽ അനുരഞ്ജന ശുശ്രൂഷയാണ് ഈ പ്രസംഗം എന്ന് പറയുന്നത്. എന്താണ് അനുരഞ്ജനം എന്ന് വെച്ചാൽ? പണ്ട് നമ്മൾ അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്നു. അപ്പം നമ്മളെ ജീവിപ്പിച്ച് ക്രിസ്തു മൂലം ദൈവത്തോട് നിരപ്പിച്ചു. അതായത് നാം ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ പിതാവായ ദൈവത്തോട് നമ്മെ നിരപ്പിച്ചു. അപ്പോൾ നാം
ദൈവത്തോട് നിരന്നവരായി തീർന്നു. അപ്പോൾ പിന്നീട് ഇനി നമുക്കെന്താണ് ഉള്ള ജോലി? നാം എന്താണ് ചെയ്യേണ്ടത്? ക്രിസ്തു മൂലം തന്നോട് നിരപ്പിച്ചു, നിരപ്പിൻ്റെ ശുശ്രൂഷ ഞങ്ങൾക്ക് തന്നിരിക്കുന്നു. ഇത് പൗലോസ് അപ്പോസ്തലൻ പറയുന്നതാണ്. എന്നാൽ വിശ്വാസികളായ നാം ഓരോരുത്തരും ഇന്ന് ക്രിസ്തുവിൽ മൂലം നമുക്ക് ലഭിച്ച നിരപ്പിൻ്റെ ശുശ്രൂഷ മറ്റുള്ളവരിലേക്കും പകർന്നു ഉള്ളതാണ്. അപ്പം ദൈവം ലോകത്തിന് ലംഘനങ്ങളെ കണക്കിടാതെ ലോകത്തെ ക്രിസ്തുവിൽ തന്നോട് നിരപ്പിച്ചു പോന്നു എന്ന് പറയത്തക്കവണ്ണം നാം മറ്റുള്ളവരോട് സുവിശേഷം പറഞ്ഞ് അവരെയും നമ്മൾ ക്രിസ്തുവിന് വേണ്ടി നേടേണ്ടതാകുന്നു. അപ്പം അങ്ങനെ ക്രിസ്തുവിലേക്ക് വരുന്ന വ്യക്തി, ആ വ്യക്തിയും ഒരു പുതിയ മനുഷ്യനായിട്ട് തീരുകയാണ്. ഈ നിരപ്പിൻ്റെ ശുശ്രൂഷയാണ് ഞങ്ങളെ ഭരമേൽപ്പിച്ചിരിക്കുന്നു എന്ന് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. എന്നാൽ നാം ഇത് ഏറ്റെടുക്കേണ്ടവരാണ്. നമ്മുടെ ജീവിതത്തിൽ കൂടെ നമ്മളുടെ ദൈവികമായിട്ടുള്ള കാഴ്ചപ്പാടിലൂടെ ആ പ്രവർത്തനങ്ങളിലൂടെ നാം അനേകരെ ക്രിസ്തുവിന് വേണ്ടി നേടേണ്ടിയിരിക്കുന്നു. ഈ നിരപ്പിൻ്റെ ശുശ്രൂഷ ദൈവം നമ്മെയും ഭരമേൽപ്പിച്ചിരിക്കുകയാണ്. അത് ചെയ്യുവാൻ തക്കവണ്ണം കർത്താവ് നമുക്ക് ഏവർക്കും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സകല മഹത്വവും കർത്താവിന്. ആമേൻ. പ്രൈസ് ദി ലോർഡ്.